സ്വാഗതം. 2026 ജനുവരി ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രസ്തുത വിജ്ഞാപനം ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2026 ജനുവരി വിജ്ഞാപന പ്രകാരം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ വിവിധ ജില്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. അപേക്ഷകൾ 2026 ഫെബ്രുവരി 11 രാത്രി 12 മണിവരെ സ്വീകരിക്കുന്നതാണ്. അപേക്ഷകൾ 2026 ഫെബ്രുവരി 11 രാത്രി 12 മണിവരെ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് ഫീസ് അടയ്ക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും പരീക്ഷാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ മുഖേന അല്ലാതെയുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kerala.psc.gov.in എല്ലാം സ്മാൾ ലെറ്ററാണ്. പ്രസ്തുത വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം പരീക്ഷാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മുൻ പരീക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യുവാനോ ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ നിലനിർത്തുവാനോ പാടുള്ളതല്ല. അവർ പ്രസ്തുത രജിസ്ട്രേഷനിലൂടെ അല്ലെങ്കിൽ പ്രൊഫൈലിലൂടെ മാത്രം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. സർവീസിലുള്ള കാഴ്ച പരിമിതരായ പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന വാചാ പരീക്ഷ അപേക്ഷിക്കുവാൻ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ്. ആയതിനാൽ കാഴ്ച പരിമിതരായ പരീക്ഷാർത്ഥികൾ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ടതില്ല. പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. വിജ്ഞാപന പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള അപേക്ഷകൾ അയോഗ്യമാക്കപ്പെടുന്നതാണ്. 2. OMR ഓൺലൈൻ ആയി നടത്തുന്ന വകുപ്പ് തല പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ ഇംഗ്ലീഷിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മലയാള പരിഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. 3. സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ മലയാളം, തമിഴ്, കന്നഡ, മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ് തമിഴ്, കന്നഡ, മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവയുടെ വിവരണാത്മക രീതിയിലും വകുപ്പ് തല പരീക്ഷയുടെ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും 2012 ജൂലൈ മുതൽ ഒബ്ജക്റ്റീവ് രീതിയിലുമാണ് പരീക്ഷ നടത്തുന്നത്. 2019 ജനുവരി മുതൽ ആൽഫ കോഡ് ബാധകമാക്കിയിട്ടുള്ള ഓൺലൈൻ OMR പരീക്ഷയാണ് നടത്തുന്നത്. ഓരോ പേപ്പറിൻ്റെയും പരമാവധി മാർക്ക് 100ഉം വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് 40% ആണ്. നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ഓരോ പേപ്പറിൻ്റെയും പരമാവധി മാർക്ക് 100ഉം വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് 40%. നെഗറ്റീവ് മാർക്കും ബാധകമാണ്. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. വകുപ്പ് തല പരീക്ഷകൾക്ക് നിലവിലുള്ള വിത്ത് ബുക്സ് വിതൗട്ട് ബുക്സ് രീതി തുടരുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം വിവരണാത്മക പരീക്ഷകളും പ്രായോഗിക പരീക്ഷകളും ഒഴികെയുള്ള പരീക്ഷകൾ ഓൺലൈൻ OMR പരീക്ഷകളായാണ് നടത്തുന്നത്. പരീക്ഷകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 മേഖലകളായി നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതാത് മേഖലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലഭ്യതയ്ക്കനുസൃതമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ചുവടെ ചേർക്കുന്നു. തിരുവനന്തപുരം മേഖല: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ. എറണാകുളം മേഖല: കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ. കോഴിക്കോട് മേഖല: മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. പരീക്ഷാർത്ഥികൾക്ക് അതാത് മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ലക്ഷദ്വീപിലെ പരീക്ഷാർത്ഥികൾക്ക് കോഴിക്കോട്, എറണാകുളം മേഖലകളിലേക്ക് ഓൺലൈൻ OMR പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. KSR പാർട്ട് ഫസ്റ്റ് റൂൾ 12(7) നോട്ട് 2 പ്രകാരം നിർബന്ധിത വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് പരീക്ഷാ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ പ്രസ്തുത പരീക്ഷാ കേന്ദ്രത്തിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം ഉൾപ്പെടെ ഡ്യൂട്ടിയായി പരിഗണിക്കുവാൻ വ്യവസ്ഥയുണ്ട്.
KSR പാർട്ട് സെക്കൻഡ് റൂൾ 77-79 പ്രകാരം വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് അർഹമായ യാത്രാബത്ത അനുവദിക്കുന്നതാണ്. വകുപ്പ് തല പരീക്ഷയിൽ അപേക്ഷിക്കുന്നതിന് മുൻപായി പരീക്ഷാർത്ഥികൾ ഓൺലൈനായി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയത്ത് ഓരോ പരീക്ഷാർത്ഥിയും തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളായ ജനനത്തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി, ഔദ്യോഗിക മേൽവിലാസം മുതലായവ നൽകുന്നതിനോടൊപ്പം നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ തങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഒരു യൂസർ ID നൽകുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് തന്നെ പാസ്വേഡും യൂസർ IDയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവ രണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും അപേക്ഷയിലൂടെ നൽകുന്ന വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതും പരീക്ഷാർത്ഥികളുടെ ചുമതലയാണ്. ഒരു പരീക്ഷാർത്ഥി യാതൊരു കാരണവശാലും ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ പാടില്ല. പ്രൊഫൈൽ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതും അവർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. തങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് പരീക്ഷാർത്ഥികൾക്ക് വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ പരീക്ഷാർത്ഥി ഒറ്റ പ്രൊഫൈൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഒറ്റ പ്രൊഫൈലിൽ നിന്നും ഏത് വകുപ്പ് തല പരീക്ഷയ്ക്കും അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. രജിസ്ട്രേഷൻ ഉപയോഗിക്കേണ്ട ഫോട്ടോയുടെ സവിശേഷതകൾ. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന പരീക്ഷാർത്ഥികൾ ആദ്യമായി വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 6 മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ 10 വർഷ കാലാവധി അധികരിച്ച ഫോട്ടോകൾക്ക് പകരം പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകന്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ പ്രിന്റ് ചെയ്യുകയോ മറ്റു വിധത്തിൽ രേഖപ്പെടുത്തുകയോ വ്യക്തമായി വായിക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കേണ്ടതാണ്. വകുപ്പ് തല പരീക്ഷാ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ഇനിഷ്യൽ ഉൾപ്പെടെ ഒന്നായിരിക്കേണ്ടതാണ്. പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. 200 പിക്ചർ ഉയരവും 150 പിക്ചർ വീതിയും ഉള്ളതും JPG ഫോർമാറ്റിലുള്ള 30 KB ഫയൽ സൈസിൽ അധികരിക്കാത്തതുമായ ഇമേജുകൾ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്രകാരമല്ലാത്ത ഇമേജുകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. വെളുത്തതോ ഇളനിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പശ്ചാത്തലം പ്ലെയിൻ ആയിരിക്കണം. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കണം. കണ്ണുകൾ വ്യക്തമായി കാണത്തക്ക വിധത്തിലായിരിക്കണം. തൊപ്പി, മതാചാരത്തിൻ്റെ ഭാഗമായുള്ള തൊപ്പി, ശിരോവസ്ത്രം എന്നിവ ഒഴിച്ച് ഗോഗിൾസ് എന്നിവ ധരിച്ച് എടുത്തതോ മുഖത്തിൻ്റെ ഒരു വശം മാത്രം കാണത്തക്ക വിധത്തിലുള്ളതോ മുഖം വ്യക്തമല്ലാത്തതോ ആയ ഫോട്ടോകൾ എന്നിവ ഉപയോഗിക്കുവാൻ പാടില്ല. മൊബൈൽ ഫോൺ, വെബ് ക്യാം എന്നിവ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോയും പൊളാരോയിഡ് ആൻഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോ എന്നിവയും സ്വീകരിക്കുന്നതല്ല. ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് എടുത്ത ഫോട്ടോ ആയിരിക്കണം. ആദ്യ ഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പഴയ മാതൃകയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തവർ ഇനി പരീക്ഷ എഴുതുന്നതിന് അപേക്ഷിക്കുമ്പോൾ പുതിയ മാതൃകയിലുള്ള ഫോട്ടോ അവസാന തീയതിക്ക് മുമ്പായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 1 മുതൽ 10 വരെ, അതായത് ഇതുവരെ വായിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഫോട്ടോ ഉള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷകൾ ആദ്യമായി ക്ഷണിച്ച 2011 ജനുവരിക്ക് മുമ്പായി ഒരു പാർട്ടിൻ്റെ പേപ്പറുകൾ ഭാഗികമായി ജയിച്ചിട്ടുള്ളവർ ശേഷിക്കുന്ന പേപ്പറുകൾക്കും സർട്ടിഫിക്കറ്റിനും ഫീസ് ഒടുക്കി ഓൺലൈൻ മുഖേന അപേക്ഷിക്കേണ്ടതാണ്. 2011 ജനുവരി മുതൽ സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കുകയും എന്നാൽ പരീക്ഷ തോൽക്കുകയും ചെയ്തവർ വീണ്ടും സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കേണ്ടതില്ല. 2011 ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ അപേക്ഷിക്കുകയും വിവിധ കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ പേപ്പർ ഡിസ്അലൗ ആവുകയോ ചെയ്തിട്ടുള്ളവരും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ഒരു തവണ പോലും പരീക്ഷ എഴുതാതിരിക്കുകയും ചെലാൻ വെരിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരും
ഈ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് പുതിയ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീസ് വീണ്ടും കൊടുക്കേണ്ടതാണ്. പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ അവരുടെ ഫോട്ടോയോട് കൂടിയ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാക്കുന്നതും ആയത് ഡൗൺലോഡ് ചെയ്ത് മേലധികാരി യഥാവിധം സാക്ഷ്യപ്പെടുത്തി പരീക്ഷയ്ക്ക് ഹാജരാക്കേണ്ടതുമാണ്. വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി വരെയും തങ്ങൾ സമർപ്പിച്ച അപേക്ഷയിലെ വിവരങ്ങൾ, ഉദാഹരണം പേപ്പറുകൾ, ടെസ്റ്റ് മേഖല മുതലായവ മാറ്റി നൽകുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. അവസാന തീയതിയിൽ നിലവിലുള്ള ഫോട്ടോയും മറ്റ് വിവരങ്ങളും അടങ്ങിയ അപേക്ഷകളാകും പരിഗണിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനം വിശദമായി വായിക്കേണ്ടതാണ്. വിജ്ഞാപനം കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷയ്ക്കുള്ള സമയവിവര പട്ടിക യഥാസമയം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. സമയവിവര പട്ടികകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റ്, ജില്ലാ മേഖലാ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് റഫറൻസിന് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ചാനലിലും ആയതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഓരോ പരീക്ഷാർത്ഥികൾക്കും ആവശ്യമായി വരുന്ന പരീക്ഷകളുടെ സമയവിവര പട്ടിക, ടൈം ടേബിൾ അവരവരുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കുന്നതാണ്. വ്യക്തിപരമായി പരീക്ഷാർത്ഥികൾക്ക് സമയവിവര പട്ടികകൾ തപാലിൽ അയക്കുന്നതല്ല. കമ്മീഷൻ്റെ 5/3/2003 17 നമ്പർ തീരുമാനപ്രകാരം വകുപ്പ് തല പരീക്ഷ കേരള സംസ്ഥാന സർവീസിൽ ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അല്ലാത്തവരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 2019 മെയ് മുതൽ വകുപ്പ് തല പരീക്ഷാ ഫീസ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾ പുതുക്കിയ നിരക്കിൽ ഫീസ് കൊടുക്കേണ്ടതാണ്. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് മുഖേനയാണ് പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റ് ഫീസും കൊടുക്കേണ്ടത്. ചെലാൻ ഉപയോഗിച്ച് ട്രഷറികളിൽ നേരിട്ടോ ചെലാൻ മുഖേനയോ പണമൊടുക്കുന്നത് സ്വീകാര്യമല്ല. പേയ്മെൻറ്റ് മുഖേന പണമൊടുക്കുന്നതിന് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിലെ മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓപ്ഷൻ വഴി പരീക്ഷാർത്ഥികൾക്ക് ട്രഷറി വകുപ്പിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈനായി പണം ഒടുക്കാവുന്നതാണ്. ഇതിനായി പരീക്ഷാർത്ഥിക്കോ ബന്ധപ്പെട്ടവർക്കോ ഏതെങ്കിലും ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കിംഗ് അക്കൗണ്ട് ആവശ്യമാണ്. ട്രഷറി സൈറ്റിൽ നിന്ന് പണം ഒടുക്കുന്നതിനായി ബാങ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭ്യമാകുന്ന GR നമ്പർ, ഗവൺമെൻറ് റഫറൻസ് നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പണം ഒടുക്കിക്കഴിഞ്ഞാൽ പരീക്ഷാർത്ഥിയുടെ പ്രൊഫൈലിൽ GR നമ്പർ ഉൾപ്പെടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. പേയ്മെൻറ്റ് ഇടപാട് പൂർത്തിയാക്കുന്നതിനിടയിൽ നെറ്റ്വർക്ക് തകരാർ ഉൾപ്പെടെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആകുകയും ഇടപാട് പൂർത്തിയാകാതെയും വന്നാൽ നേരത്തെ കുറിച്ചെടുത്ത GR നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അല്ലെങ്കിൽ ട്രഷറിയെ സമീപിച്ച് പണം ഒടുക്കിയത് സംബന്ധിച്ച വ്യക്തത വരുത്താവുന്നതാണ്. ഓരോ പേപ്പറിനും 160 രൂപ എന്ന നിരക്കിലാണ് പരീക്ഷാ ഫീസ്. അടിസ്ഥാനത്തിൽ എത്ര പേപ്പറുകൾ ഉണ്ട് എന്ന് കണക്കാക്കി മുഴുവൻ പരീക്ഷാ ഫീസും കൊടുക്കേണ്ടതാണ്. ഓരോ പേപ്പറിനും 160 രൂപ നിരക്കിലാണ് പരീക്ഷാ ഫീസ്. 2019 ജൂലൈയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ ഒരു സർട്ടിഫിക്കറ്റിന് 210 രൂപ നിരക്കിൽ എത്ര സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷിക്കുന്നത് അത്രയും തുക സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഒടുക്കേണ്ടതാണ്. പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് ഇനങ്ങളിൽ ഒടുക്കേണ്ട തുക ഡീഫോൾട്ടായി കാണാവുന്നതാണ്. ജനുവരി 2011 മുതൽ വകുപ്പ് തല പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കുകയും ചെയ്തവർ അതേ പ്രൊഫൈലിലൂടെ അപേക്ഷിച്ചാൽ മാത്രമേ ഒടുക്കിയ സർട്ടിഫിക്കറ്റ് ഫീസ് സാധുവായി പരിഗണിക്കുകയുള്ളൂ. അല്ലാതെയുള്ള അപേക്ഷകൾ നിരസിക്കുന്നതാണ്. ഒരിക്കൽ അടച്ച പരീക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് ഒടുക്കപ്പെടുന്ന പണം മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ കഴിയുന്നതല്ല. അതായത് സർട്ടിഫിക്കറ്റ് ഫീസിനായി ഒടുക്കിയ പണം പരീക്ഷാ ഫീസായോ തിരിച്ചോ വകയിരുത്തുവാൻ സാധിക്കുകയില്ല. നേരിട്ടുള്ള നിയമനം വഴിയോ ബൈ ട്രാൻസ്ഫർ മുഖാന്തരമോ നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ്റെയോ ട്രെയിനിങ്ങിൻ്റെയോ പൂർത്തീകരണത്തിനോ ഏതെങ്കിലും തസ്തികയിൽ ഇൻക്രിമെൻറ്റോ സ്ഥിരപ്പെടുത്തലോ ലഭിക്കുന്നതിനോ ഉയർന്ന തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം കിട്ടുന്നതിനോ ഒരു പോസ്റ്റിൽ പിഴ കൂടാതെ തുടരുന്നതിനോ ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ടെസ്റ്റുകൾക്കും സർവീസിലുള്ള ആളുകൾക്ക് പുതുതായി ഏതെങ്കിലും ടെസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള ടെസ്റ്റുകൾക്കും GOMS
66/76/PD ഡേറ്റഡ് 4/6/1976 അനുസരിച്ച് ജീവനക്കാർക്ക് അതാത് വകുപ്പിലെ ഉദ്യോഗ കയറ്റങ്ങൾക്ക് ഉള്ള തസ്തികകളിലേക്ക് ആവശ്യമായ വകുപ്പ് തല പരീക്ഷകൾക്കും അപേക്ഷകരിൽ നിന്ന് പരീക്ഷാ ഫീസ് ഈടാക്കുന്നതല്ല. ഫ്രീ ചാൻസ്. ഈ സൗജന്യം ഓരോ ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ലഭിക്കുന്നതല്ല. രണ്ടാമത്തെ തവണ മുതൽ ഫീസ് ഈടാക്കേണ്ടതാണ്. ഒരു പരീക്ഷയ്ക്ക് ഫ്രീ ചാൻസിൽ അപേക്ഷിക്കുകയും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്താൽ അതും ഫീസ് സൗജന്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള തവണയായി കണക്കാക്കപ്പെടുന്നതാണ്. ഓരോ ടെസ്റ്റിനും മുഴുവനായിട്ടാണ് ഫീസ് സൗജന്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെയുള്ള പല പേപ്പറുകളുടെ ഓരോ ടെസ്റ്റിൻ്റെയും ഓരോ പേപ്പറുകളായിട്ടല്ല. ഉദാഹരണമായി അക്കൗണ്ട് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് 4 പേപ്പറിനും കൂടി പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഫീസ് സൗജന്യം കിട്ടുകയുള്ളൂ. ആ പരീക്ഷയിൽ എല്ലാ പേപ്പറുകളും ജയിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത തവണ മുതൽ തോറ്റ പേപ്പറുകൾക്കും അപേക്ഷിക്കാതിരുന്ന പേപ്പറുകൾക്കും ഫീസ് ഒടുക്കി അപേക്ഷിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ അനുസരിച്ച് ഗവൺമെൻറ് സർവീസിലുള്ള ടൈപ്പിസ്റ്റുകൾക്കും സ്റ്റെനോഗ്രാഫർമാർക്കും GOMS 274/71 അനുസരിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന SSLC സ്റ്റാൻഡേർഡിലുള്ള ക്ലറിക്കൽ പരീക്ഷയ്ക്ക് ഇരിക്കുവാൻ അനുമതി ലഭിച്ചിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരായ സർക്കാർ ജീവനക്കാർക്കും കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ ജീവനക്കാർക്കും വകുപ്പ് തല പരീക്ഷ ഒബ്ലിഗേറ്ററായി നിശ്ചയിച്ചിട്ടുള്ള കേരളത്തിലെ എയ്ഡഡ് സ്കൂളിലെയും എയ്ഡഡ് ട്രെയിനിങ് സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാർക്കും മറ്റു ജീവനക്കാർക്കും ഒബ്ലിഗേറ്ററായി നിശ്ചയിച്ചിട്ടുള്ള വകുപ്പ് തല പരീക്ഷകൾക്കും കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെയും അപ്പർ പ്രൈമറി സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർക്കും PD ടീച്ചർമാർക്കും പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ പ്രൊബേഷൻ പൂർത്തീകരിക്കുന്നതിനും തുടർന്ന് ഉദ്യോഗക്കയറ്റം കിട്ടുന്നതിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന PWD മാനുവൽ പരീക്ഷയ്ക്കും ലഭിക്കുന്നതാണ്. പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാർക്ക്, മുനിസിപ്പൽ കോമൺ സർവീസ് ജീവനക്കാർക്ക് 25/2021 തീയതി പ്രകാരവും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ഒബ്ലിഗേറ്ററായി നിശ്ചയിച്ചിട്ടുള്ള വകുപ്പ് തല പരീക്ഷകൾക്ക് ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ മറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് നിലവിൽ ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 7/2023 PNARD നമ്പർ ഉത്തരവിൻ പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിർബന്ധമായും പാസ്സാക്കേണ്ട വകുപ്പ് തല പരീക്ഷകൾക്ക് എഴുതുന്നതിന് ഒരു തവണ മാത്രം ഫ്രീ ചാൻസ് അനുവദിച്ചിട്ടുണ്ട്. ട്രഷറി, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നീ വകുപ്പുകളിലെ ജീവനക്കാർക്ക് ഒഴികെയുള്ള അക്കൗണ്ട് ടെസ്റ്റ്, ഹയർ ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫ്രീ ചാൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ് എന്ന് രേഖപ്പെടുത്തുന്നു എന്നതുകൊണ്ട് മാത്രം പരീക്ഷാർത്ഥികൾക്ക് ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് അർഹത ഉണ്ട് എന്ന് ധരിക്കേണ്ടതില്ല. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഫ്രീ ചാൻസിൽ പരീക്ഷ എഴുതുന്നതിന് അർഹത ഇല്ലാത്ത പരീക്ഷാർത്ഥികളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. ആയതിനാൽ ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതുന്നതിന് തങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ആയതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഫീസ് സൗജന്യത്തിന് അർഹരായിട്ടുള്ളവർ പ്രസ്തുത വിവരം അപേക്ഷയിൽ രേഖപ്പെടുത്തുന്നത് കൂടാതെ അഡ്മിഷൻ ടിക്കറ്റിലെ സർട്ടിഫിക്കറ്റ് തങ്ങളുടെ വകുപ്പ് മേധാവിയെയോ ഓഫീസ് മേധാവിയോ കൊണ്ട് സർട്ടിഫൈ ചെയ്യിക്കേണ്ടതും ബന്ധപ്പെട്ട കോളത്തിൽ മാർക്ക് ചെയ്യേണ്ടതുമാണ്. അനക്ഷർ 6 കൊടുത്തിരിക്കുന്ന PWD മാനുവൽ പരീക്ഷ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് തുടർന്നുള്ള ഉദ്യോഗ കയറ്റത്തിന് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള അക്കൗണ്ട് ടെസ്റ്റ് ലോവറിനും PWD പരീക്ഷയ്ക്കും പുറമെ നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. എല്ലാ ടെസ്റ്റുകളും ഭാഗികമായി പാസ്സാകാവുന്നതാണ്. അതുകൊണ്ട് പരീക്ഷാർത്ഥികൾക്ക് അവർ പാസ്സാകേണ്ട ടെസ്റ്റുകൾ മുഴുവനായോ ഒന്നോ അതിലധികമോ പേപ്പറുകൾക്ക് മാത്രമായോ അപേക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ OMR മാതൃകയിലുള്ള ടെസ്റ്റുകളുടെ സമയം അക്കൗണ്ട് ടെസ്റ്റ് ലോവർ KSR, അക്കൗണ്ട് ടെസ്റ്റ് ഹയർ KSR, അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പേപ്പർ സെക്കൻഡ് KSR, എക്സൈസ് ടെസ്റ്റ് പാർട്ട് A ആൻഡ് B എന്നിവ ഒഴികെ 1.5 മണിക്കൂർ ആയിരിക്കുന്നതാണ്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ KSR, അക്കൗണ്ട് ടെസ്റ്റ് ഹയർ KSR, അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പേപ്പർ
എക്സൈസ് ടെസ്റ്റ് എന്നീ പരീക്ഷകൾക്ക് 2 മണിക്കൂറായിരിക്കും സമയം ദൈർഘ്യം. ഉദ്യോഗ നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് പരീക്ഷകൾ മലയാളം ഒഴിച്ചുള്ള പ്രാദേശിക ഭാഷകളിൽ എഴുതുന്നവർക്ക് വേണ്ടി GOMS 142 പ്രകാരം നടപ്പിലാക്കിയ മലയാളം സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് അനുബന്ധം 42 ചേർത്തിട്ടുണ്ട്. ന്യൂനപക്ഷ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രസ്തുത ഭാഷയിൽ പ്രായോഗിക പരിജ്ഞാനം ആവശ്യമാണെന്നതിനാൽ മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ് അനുബന്ധം 43 ചേർത്തിട്ടുണ്ട്. എല്ലാ ടെസ്റ്റുകൾക്കും ജയിക്കുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഓരോ പേപ്പറിനും 40%. റവന്യൂ ടെസ്റ്റുകൾ 2011 ജൂലൈ മുതൽ പുതിയ സിലബസിൽ മാത്രമേ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. ഫ്രീ ചാൻസിന് ആവശ്യപ്പെടുന്ന അന്യത്ര സേവനത്തിൽ ഓൺ ഡെപ്യൂട്ടേഷൻ തുടരുന്ന ജീവനക്കാർക്ക് പാരന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസ് മേധാവി അല്ലെങ്കിൽ വകുപ്പ് മേധാവിയെ കൊണ്ട് അഡ്മിഷൻ ടിക്കറ്റിലെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ജനപ്രതിനിധികളുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള സർക്കാർ ജീവനക്കാർ വകുപ്പ് തല പരീക്ഷയ്ക്ക് ഹാജരാക്കുന്ന അഡ്മിഷൻ ടിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തുകൾ ബന്ധപ്പെട്ട ജനപ്രതിനിധി തന്നെ നിർവഹിച്ചാലും മതിയാവുന്നതാണ്. ഓരോ ടെസ്റ്റും അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പാസ്സായിരിക്കണമെന്ന് കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവിൻ പ്രകാരം നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. പരീക്ഷാ ഹാളിൽ ബുക്കുകളുടെ സഹായത്തോടു കൂടി ഉത്തരം എഴുതാവുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് അനുബന്ധത്തിൽ സിലബസിൽ വിവരിക്കുന്നിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, വാക്ക്മാൻ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച് തുടങ്ങി വിവരവിനിമയത്തിനുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ ക്യാമ്പസിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പരീക്ഷാ ചുമതല വഹിക്കുന്ന ചീഫ് സൂപ്രണ്ടിനോടോ അസിസ്റ്റന്റ് സൂപ്രണ്ടിനോടോ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനോടോ അപമര്യാദയായി പെരുമാറുകയോ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുകയോ പരീക്ഷാ ഹാളിൽ ബുക്കുകൾ കൊണ്ടുവരികയോ ചെയ്യുന്നവരുടെ പരീക്ഷ അസാധുവാക്കപ്പെടുന്നതാണ്. ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയ്ക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെ പരീക്ഷാർത്ഥികൾക്ക് പേപ്പറുകൾ, മേഖല എന്നിവ മാറ്റുവാനുള്ള അവസരം അവരുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കുന്നതാണ്. പരീക്ഷാ പേപ്പറുകൾ പരീക്ഷാർത്ഥികൾക്ക് സ്വയം തിരഞ്ഞെടുക്കുന്നതിനാൽ അവസാന തീയതിക്ക് ശേഷം യാതൊരു കാരണവശാലും അനുവദിക്കപ്പെട്ട പേപ്പറുകൾ മാറ്റം വരുത്തുന്നതല്ല. പരീക്ഷയുടെ സെന്ററുകൾ മാറ്റിക്കിട്ടണമെന്നുള്ള അപേക്ഷകൾ സാധാരണഗതിയിൽ പരിഗണിക്കുന്നതല്ല. വകുപ്പ് തല പരീക്ഷാ സംബന്ധമായ കത്തിടപാടുകൾ എല്ലാം ജോയിന്റ് സെക്രട്ടറി, വകുപ്പ് തല പരീക്ഷാ വിഭാഗം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, പട്ടം, തിരുവനന്തപുരം, പിൻകോഡ് 695004 എന്ന വിലാസത്തിൽ ആയിരിക്കേണ്ടതാണ്. താഴെ പറയുന്ന ന്യൂനതകളുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. മതിയായ അപേക്ഷാ ഫീസ് ഇല്ലാത്ത അപേക്ഷകൾ, പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനുള്ള അർഹതയില്ലാത്ത സൗജന്യ അവസരം ലഭിക്കുന്നതിന് അപേക്ഷിച്ചവരുടെ അപേക്ഷകൾ, ഒരു സർട്ടിഫിക്കറ്റിനാവശ്യമായ പേപ്പറുകൾക്ക് മുഴുവനായോ ഭാഗികമായോ സൗജന്യ അവസരം ഒരു തവണ രേഖപ്പെടുത്തുകയും പിന്നീട് സൗജന്യ അവസരത്തിന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളവർ, താഴെ പറയുന്ന ന്യൂനതകളുള്ളവരുടെ പരീക്ഷാഫലം അസാധുവാകുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തുകൾ യഥാവിധി നിർവഹിക്കാതിരിക്കുക, ഫീസ് സൗജന്യം അപേക്ഷയിൽ അവകാശപ്പെടുകയും ആയത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരിക്കുകയും ചെയ്യുക, അഡ്മിഷൻ ടിക്കറ്റ് പ്രകാരം അനുവദിക്കാത്ത പേപ്പറുകൾക്ക് പരീക്ഷ എഴുതുക, അഡ്മിഷൻ ടിക്കറ്റിലെ ഫോട്ടോയ്ക്ക് മുകളിൽ മറ്റു ഫോട്ടോ ഒട്ടിച്ച് പരീക്ഷയ്ക്ക് ഹാജരാകുക. അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടതും പരിശോധനയ്ക്കായി അധികൃതർക്ക് കൈമാറേണ്ടതുമാണ്. അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കാത്ത പക്ഷം പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷകളുടെ ആദ്യഘട്ടം സൂക്ഷ്മ പരിശോധനയിൽ സാധുവായി കണ്ടെത്തുന്നതുവരെ മാത്രം സ്വാഭാവികമായി പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതാണ്. അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചു, സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്നതുകൊണ്ട് അപേക്ഷകൾ അന്തിമമായി സ്വീകരിക്കപ്പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല.
പരീക്ഷാർത്ഥികൾ റീജിയൻ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഇ പേയ്മെൻ്റായി ഫീസ് കൊടുക്കുന്ന സമയത്തും നൽകുന്ന അലേർട്ട് കൃത്യമായി ശ്രദ്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അപേക്ഷകൻ ഒരു പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷ സമർപ്പിച്ച് ബന്ധപ്പെട്ട പേപ്പറുകൾ വിജയിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ വകുപ്പ് തല പരീക്ഷകൾ റദ്ദാക്കുകയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന പക്ഷം ഇത് സംബന്ധിച്ച വിവരങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ വഴി മാത്രം അറിയിക്കുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് വ്യക്തിഗത മെമ്മോ നൽകുന്നതല്ല. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം. ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ MOP KSR പരീക്ഷകൾക്ക് നടത്തിയ ക്വസ്റ്റ്യനും അവയുടെ ആൻസറും അടങ്ങിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രസ്തുത വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ കാണാൻ സാധിക്കുന്നതാണ്.